ജമ്മുകാശ്മീരിൽ അടുത്ത ദിവസങ്ങളിലായി നടന്ന ഭീകരാക്രമണങ്ങളിൽ ഉൾപ്പെട്ട 4 ഭീകരരുടെ രേഖാചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ഇവരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികവും സംസ്ഥാന പോലീസ് പ്രഖ്യാപിച്ചു. അതേസമയം ഭീകരർക്കായി പ്രദേശത്ത് സംയുക്ത സേനാ വിഭാഗം തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ജമ്മു ഡിവിഷനിൽ 4 ഏറ്റുമുട്ടലുകളാണ് ഉണ്ടായത്. ഇതിൽ ഉൾപ്പെട്ട ഭീകരവാദികളുടെ രേഖാചിത്രമാണ് ജമ്മുകാശ്മീർ പോലീസ് പുറത്തുവിട്ടത്. ഒരു ഭീകരന് 5 ലക്ഷം എന്ന നിലയിൽ 4 പേർക്ക് 20 ലക്ഷം രൂപ വിവരം നൽകുന്നവർക്ക് കൈമാറുമെന്ന് പോലീസ് വ്യക്തമാക്കി. സൂചനകൾ കൈമാറേണ്ട ഫോൺ നമ്പറുകളും പോലീസ് പ്രസിദ്ധീകരിച്ചു. ഇന്നലെ രാത്രി ധോഡ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെയാണ് സൈന്യം വധിച്ചത്. ഇന്നലെ പുലർച്ചെ ഛത്രഗല്ല മേഖലയിൽ സൈന്യത്തിന്റെയും പോലീസിന്റെയും സംയുക്ത ചെക്ക് പോസ്റ്റിനു നേരെയും ഭീകരവാദികളുടെ അക്രമമുണ്ടായി. സേനാ വിഭാഗം തിരിച്ചടിച്ചതോടെ ഭീകരവാദികൾ കാടിനുള്ളിലേക്ക് ഒളിച്ചു. കൂടാതെ ചൊവ്വാഴ്ച രാത്രി കത്വ ജില്ലയിലെ ഹിരാനഗർ പ്രദേശത്ത് വീടുകളിൽ കുടിവെള്ളവും വാഹനവും ചോദിച്ച് ഭീകരരെത്തിയതായി നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചതോടെ സ്ഥലത്തെത്തിയ സംയുക്ത സേനയ്ക്ക് നേരെയും 2 ഭീകരർ ചേർന്ന് വെടിയുതിർത്തു. ഇതിൽ ഒരു ഭീകരനെ വധിക്കാനായെങ്കിലും മറ്റൊരാൾ കടന്നുകളഞ്ഞു. ഈ അക്രമങ്ങളിൽ ഉൾപ്പെട്ട 4 പേരുടെ രേഖാചിത്രങ്ങളാണ് ജമ്മുകാശ്മീർ പോലീസ് പുറത്തുവിട്ടത്. ഭീകരവാദികൾ ധോഡ ജില്ലയിലെ ഭദേർവ, താത്രി, ഗണ്ടോ എന്നീ ഭാഗങ്ങളിൽ ഉണ്ടാകാമെന്നാണ് പോലീസ് കരുതുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച റിയാസിയിൽ ബസിൽ സഞ്ചരിച്ച തീർത്ഥാടകരെ വധിച്ച ഭീകരന്റെ രേഖാചിത്രവും പോലീസ് പുറത്തുവിട്ടിരുന്നു. ഇയാളെ പിടികൂടാൻ വിവരം നൽകുന്ന വ്യക്തിക്ക് 20 ലക്ഷം രൂപയാണ് പോലീസ് പ്രഖ്യാപിച്ചത്. അതേസമയം ഭീകരവാദികൾക്കായി സംയുക്ത സേനാ വിഭാഗം തിരച്ചിൽ തുടരുകയാണ്. ജനം, ഡൽഹി.